ഹലോ വെൽക്കം ബാക്ക് ടു ദ കോമിക് റീൽ. വെനം ദ ലാസ്റ്റ് ഡാൻസ് റൂമേഴ്സ് ശരിയാണെങ്കിൽ വെനത്തിന്റെ സോണി യൂണിവേഴ്സിൽ നിന്നും MCUയിലേക്കുള്ള ട്രാൻസിഷൻ ആയിരിക്കും. അതിൽ എഡിയും വെനവും അവഞ്ചേഴ്സിന്റെ അടുത്ത് ഹെൽപ്പിന് വേണ്ടി പോകുന്നതായിരിക്കും ചിലപ്പോൾ പ്ലോട്ട്. ഈ ഐഡിയയുടെ റൂട്ട് എന്ന് പറയുന്നത് സ്പൈഡർമാൻ നോ വേ ഹോമിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നിന്നാണ്. അതിൽ എഡി MCUവിന്റെ സൂപ്പർ ഹീറോസിനെ പറ്റി അറിയുന്നതും പിന്നീട് സ്പൈഡർമാനെ തിരക്കി ഇറങ്ങാൻ തീരുമാനിക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, ദെൻ ഇതിലെ ഒരു മേജർ പ്ലോട്ട് എന്ന് പറയുന്നത് സിംബിയോട്ട് ഗോഡായ നൾ ഇതിൽ വെനത്തിന്റെയും എഡിയുടെയും പിന്നാലെയാണ്. സ്പെക്കുലേഷൻസ് അനുസരിച്ച് നള്ളിന് കോഡെക്സസ് ആവശ്യമുണ്ട്. കോഡെക്സസ് എന്ന് വെച്ചാൽ ഒരു സിംബിയോട്ട് ഒരു ഹ്യൂമൻ ഹോസ്റ്റ് ആയിട്ട് ബോണ്ട് ആയതിനു ശേഷം അവശേഷിപ്പിക്കുന്ന ആ ഒരു ജനറ്റിക് ഇംപ്രിന്റ് ആണ് കോഡെക്സ്. കോഡെക്സ് നൽകുന്ന അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ജനറ്റിക് ഇംപ്രിന്റ്, അതായത് നേരത്തെ ഹോസ്റ്റിന്റെ DNA-യും പേഴ്സണൽ എക്സ്പീരിയൻസസ് ഒക്കെയും പിന്നെ മെമ്മറി ട്രാൻസ്ഫർ, അതായത് ഒരു സിംബിയോട്ടിന്റെ ഒരു സിംബിയോട്ട് ഒരു ഹോസ്റ്റിൽ ലീവ് ചെയ്താലും ആ ഹോസ്റ്റിന്റെ മെമ്മറീസ്, എക്സ്പീരിയൻസ്, സ്കിൽസ് എല്ലാം ആ സിംബിയോട്ടിന്റെ കോഡെക്സിൽ കാണും. പിന്നെയുള്ളൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഹൈ മൈൻഡ് കണക്ഷൻ ആണ്. ഈ കോഡെക്സ് ഉള്ളത് കൊണ്ട് ആണ് സിംബിയോട്സിന് അവരുടെ ഹോസ്റ്റിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ ഹൈ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന ആൾക്ക് എത്തിക്കാൻ പറ്റുന്നത്. അതായത് ഇവിടെ ഹൈ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത് സിംബിയോട്ട് ഗോഡായിട്ടുള്ള നള്ളാണ്. സോ ഇങ്ങനത്തെ അഡ്വാൻറ്റേജസ് ഒക്കെ കോഡെക്സിനുണ്ട്. എത്രത്തോളം കോഡെക്സുകൾ ഒരു സിംബിയോട്ടിനുണ്ടോ അത്രത്തോളം പവർഫുൾ ആകും അത്. കാരണം ഓരോ കോഡെക്സിലും പല ഹോസ്റ്റിന്റെ ഇൻഫർമേഷൻസും സ്കിൽസും എക്സ്പീരിയൻസും ഉണ്ടല്ലോ. അപ്പോൾ നള്ളിന് സിംബിയോട്ട് സ്യൂട്ട് ഉണ്ടാക്കാൻ കോഡെക്സുകൾ വേണം. വെനം എഡി ആയിട്ട് ബോണ്ടഡ് ആയതിനാൽ എഡിയുടെ ഉള്ളിൽ ഒരു കോഡെക്സ് കാണും. അതുകൊണ്ട് അവര് നള്ളിന്റെ ടാർഗറ്റായി മാറും. ഇത് എഡിയും വെനത്തിനെയും അവരുടെ യൂണിവേഴ്സ് വിട്ട് വേറെ യൂണിവേഴ്സിലേക്ക് പോകാൻ കാരണമാക്കുന്നു. അങ്ങനെ അവര് MCUവിൽ എത്തിപ്പെടുന്നു. ഓക്കെ, പിന്നെ നള്ളിന്റെ സിംബിയോട്ട് സ്യൂട്ട് എന്ന് പറഞ്ഞാല് ഭയങ്കര പവർഫുള്ളാണ്. അത് സിംബിയോട്ട് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നുള്ളൂ. ഈ സ്യൂട്ടിൽ നിന്ന് നൾ ഉണ്ടാക്കിയതാണ് ഓൾ ബ്ലാക്ക് നെക്രോസ്വോർഡ്. അതാണ് തോർ ലവ് ആൻഡ് തണ്ടറിൽ ദ ഗോഡ് പിക്ചർ യൂസ് ചെയ്യുന്നു. പിന്നെ ഈ ഹിൻസ് ഒക്കെ ഫിലിമിന്റെ ട്രെയിലറായിട്ട് അലൈൻ ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് സിംബിയോട്സിനെ ആരും എർത്തിലേക്ക് അയച്ചതല്ല, പക്ഷെ അവർ എന്തിൽ നിന്നോ ഓടി രക്ഷപ്പെട്ടു വന്നതാണെന്ന്. അതുപോലെ തന്നെ വെനം പറയുന്നുണ്ട് വി ഹാവ് സംതിങ് ഹി നീഡ്സ്. അത് എഡിയുടെ ഉള്ളിലുള്ള ആ കോഡെക്സിനെ പറ്റിയാണ്. പിന്നെ ഒരു കാര്യം, ഈ കോഡെക്സ് അവശേഷിക്കുന്നത് ഹോസ്റ്റിന്റെ ഉള്ളിലാണ്, സിംബിയോട്ടിന്റെ ഉള്ളിലല്ല. നള്ള് എല്ലാ കോഡെക്സുകളും കിട്ടാതെ നിർത്തത്തില്ല. അതുകൊണ്ട് നള്ള് വെനത്തിനെയും എഡിയെയും ഫോളോ ചെയ്ത് MCUയിലേക്ക് വരുന്നു. അതോടൊപ്പം സ്പൈഡർമാൻ നോ വേ ഹോമിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ വെനത്തിന്റെ ഒരു സിംബിയോട്ട് പീസ് MCUവിൽ കിടക്കുന്നത് കാണാൻ പറ്റും. ഇത് ചിലപ്പോൾ സ്പൈഡർമാൻ ആയിട്ട് ബോണ്ടായിട്ട് ഒരു പുതിയ കോഡെക്സ് ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ സ്പൈഡർമാൻ, എഡി പിന്നെ വെനവും ടീമപ്പ് ചെയ്ത് നള്ളിന് എതിരെ ഒരു ഫൈറ്റ് വരാം. ഓക്കെ, ദെൻ സോണിയും മാർവലും വെനത്തിന്റെ ഇൻട്രൊഡക്ഷൻ സ്പൈഡർമാൻ 4 കൊണ്ടുവരാനുള്ള പ്ലാൻ ആണെന്നാണ് തോന്നുന്നത്. ഇത് കണ്ടിട്ട് ചില റിപ്പോർട്ട്സ് ഒക്കെ അനുസരിച്ച് നള്ളിന് കുറച്ച് സ്ക്രീൻ ടൈമാണ് വെനം 3 അത് മിക്കവാറും ഫ്യൂച്ചർ ഇവന്റ്സിന് വേണ്ടിയുള്ള ഒരു സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് കാണാം. ഇത് പക്കായിട്ട് എക്സിക്യൂട്ട് ചെയ്യുവാണെങ്കിൽ അത് സോണിയുടെ സ്പൈഡർമാൻസ് യൂണിവേഴ്സും MCUവിൻ്റെയും ഇടയിൽ ഒരു ബ്രിഡ്ജ് പോലെ വർക്കാകും. അത് ഫാൻസിന്റെ ലോങ് സ്റ്റാൻഡിങ് വിഷായിട്ടുള്ള ടോം ഹോളൻഡിന്റെ സ്പൈഡർമാനും ടോം ഹാർഡിയുടെ വെനവും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് വരെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഹോപ്പ് യു ഓൾ ലൈക്ക് ദ വീഡിയോ. ഇനി കൂടുതൽ അപ്ഡേഷൻസും റൂമേഴ്സും ഒക്കെ അറിയാനായിട്ട് വിച്ച് ഈസ് റിലേറ്റഡ് ടു MCU, please do follow or subscribe the YouTube channel.
കൂടുതൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് അറിയാനായിട്ടാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.